മസ്തിഷ്ക മരണനിർണയ നിയമനം വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജി തള്ളി ഹൈക്കോടതി. മസ്തിഷ്ക മരണനിർണയം ഇന്ത്യയിൽ നിയമവിധേയമായതിനാൽ കോടതിക്ക് പുനഃപരിശോധിക്കാനാവില്ല. പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് ഇത് രാജ്യത്ത് നിയമവിധേയമാക്കിയിട്ടുള്ളത്. കൃത്യമായ മെഡിക്കൽ പ്രക്രിയയിലൂടെയാണ് മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നതെന്നും ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്തഖ്, ജസ്റ്റിസ് പി കൃഷ്ണകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. കൊല്ലം സ്വദേശി ഡോക്ടർ എസ് ഗണപതിയാണ് ഹർജി നൽകിയത്. തലച്ചോറിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് അശാസ്ത്രീയമാണ്. ലോകത്ത് ഇതിന് ഏകീകൃത വ്യവസ്ഥയില്ല. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്. കുഞ്ഞിന് ജന്മം കൊടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് മസ്തിഷ്ക മരണ നിർണയമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. അതേസമയം മസ്തിഷ്ക മരണം തന്നെയായിരുന്നെന്നായിരുന്നു കേസിൽ കക്ഷി ചേർന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ എച്ച് വി ഈശ്വറിന്റെ നിലപാട്. തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ച ശേഷമാണ് പ്രഖ്യാപനം ഉണ്ടാവുക. ആശുപത്രി ഉപകരണങ്ങൾ വെച്ച് ഇത്തരം രോഗികളുടെ ജീവൻ അനന്തമായി നിലനിർത്തുന്നത് മറ്റു രോഗികളുടെ ചികിത്സാ അവസരം നഷ്ടപ്പെടുത്തുമെന്ന വാദവും അദ്ദേഹം ഉന്നയിച്ചു. മെഡിക്കൽ ബോർഡ് പരിശോധന അടക്കം പല നടപടിക്രമങ്ങളും കടന്നാണ് മസ്തിഷ്ക മരണം പ്രഖ്യാപിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കൃത്രിമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശ്വാസം നിലനിർത്തി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കണമെന്നും പഠനങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവുകളും മെഡിക്കൽ പ്രസിദ്ധീകരണങ്ങളും അടക്കം കോടതി പരിശോധിച്ചു.